എല്ലാവർക്കും മച്ചസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അതുപോലെ തന്നെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ, നല്ലൊരു വർഷമാവട്ടെ എല്ലാവർക്കും എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഈ വർഷത്തെ ആദ്യത്തെ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആദ്യത്തെ വീഡിയോ എന്ന് പറയുന്നത് ന്യൂ ഇയർ സെലിബ്രേഷൻ ആണ് കേട്ടോ. നമ്മൾ ചെറായി ബീച്ചിലാണ് ന്യൂ ഇയർ സെലിബ്രേഷനായിട്ട് പോയത്. ആദ്യമായിട്ടാണ് കേട്ടോ ന്യൂ ഇയർ സെലിബ്രേഷന് ചെറായി ബീച്ചിൽ പോകുന്നത്. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഇവിടുത്തെ സെലിബ്രേഷൻ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. എങ്കിലും കുറച്ച് നേരത്തെ തന്നെ നമ്മൾ പോയി, ഇവിടെ വല്ല തിരക്കൊക്കെ ഉണ്ടെങ്കിലോ എന്ന് കരുതിയിട്ട് കുറച്ച് നേരത്തെയാണ് കേട്ടോ പോയത്. 7 മണി കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് കാറ്റാടി ബീച്ചിൻ്റെ സൈഡാണ്. നമ്മൾ ഇതിന് മുന്നത്തെ കാറ്റാടി ബീച്ചിൻ്റെ വീഡിയോസിലൊക്കെ ഞാൻ ഇതൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. അന്ന് ഇവിടെ ഈ റൈഡുകളൊന്നും ഓപ്പൺ ആയിരുന്നില്ല. അപ്പം ഇന്ന് റൈഡുകളൊക്കെ ഓപ്പൺ ആണ്. ഒരുപാട് പേര് റൈഡുകളിൽ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ റൈഡിലൊന്നും കയറിയില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ സൈഡിലൊക്കെ വണ്ടി ഒതുക്കി വെച്ചിട്ട് വേണം നമ്മൾ ഈ ബീച്ച് ഫെസ്റ്റ് നടക്കുന്ന സ്ഥലത്തേക്ക് നടന്ന് ചെല്ലാനായിട്ട്. കാരണം തിരിച്ചു പോകുമ്പോൾ നല്ല തിരക്കായിരിക്കും. അതുകൊണ്ട് നമ്മൾ വണ്ടി കുറച്ച് ദൂരെ മാറിയാണ് പാർക്ക് ചെയ്തത്. അതിനുശേഷം നടന്നാണ് കേട്ടോ പോകുന്നത്. ഞാനും അച്ഛമോളും ശ്രീകുട്ടനും ചേട്ടനും ഉണ്ട്. ഞങ്ങൾ 4 പേരും വളരെയധികം ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്യാൻ കണക്കാക്കിയിട്ടാണ് ഇന്ന് പോകുന്നത്. അപ്പോൾ ഒരുപാട് വണ്ടികൾ ഉള്ളതുകൊണ്ട് തന്നെ കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണമായിരുന്നു കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ ചെറായി ബീച്ചിൻ്റെ മെയിൻ എൻട്രൻസിലെ അവിടെ എത്തി. ഒരുപാട് പേരുണ്ടായിരുന്നു. ഇവിടെ വന്നിട്ട് ഒരുപാട് പേര് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ചുറ്റിക്കറങ്ങുക, അതിന് ശേഷം ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് കരുതി. ഇതിൻ്റെ അടുത്ത് നിന്നിട്ടൊക്കെ കുറേ പേര് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം അച്ചുവും അവിടെ നിന്നു ഫോട്ടോയൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ വെറുതെ ലൈറ്റിൻ്റെ അടുത്തോടെയൊക്കെ നടന്നു. പിന്നെ ഈ ഒരു സംഭവം എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് എനിക്കറിയില്ല. പക്ഷേ എല്ലാവരും ഇവിടെ വന്നിരുന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങളും കരുതി എന്നാൽ നമുക്ക് എടുക്കാം ഒരു ഫോട്ടോ. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി നിന്നു. ചേട്ടനാണ് കേട്ടോ ഫോട്ടോ എടുത്തത്. പിന്നെ കുറേ പേര് ബീച്ച് കാണാനായിട്ട് സൈഡിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. കുറേ കുട്ടികൾ മണ്ണിൽ കളിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ കുറച്ചിങ്ങനെ നടന്നു പോവാണ്. എന്തിനാണ് നടന്നു പോകണേന്ന് ഇപ്പം കാണാം കേട്ടോ. വേറെ ഒന്നിനുമല്ല, അച്ഛമോൾക്കും ശ്രീകുട്ടനും എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഇരിക്കണം, അതിനുശേഷം മണ്ണിലിരുന്ന് കളിക്കണം എന്നാണ് അവരുടെ ആഗ്രഹം. അങ്ങനെ ആ ആഗ്രഹം സാധിക്കാൻ വേണ്ടി ഞങ്ങൾ അധികം ആരുമില്ലാത്ത ഒരു പ്ലേസ് നോക്കി ചെന്ന് അവിടെ ചെന്നിരുന്നു. അതിനുശേഷം ഇങ്ങനെ മണ്ണിൽ ഓരോന്നുണ്ടാക്കാണ്. അപ്പോഴാണ് ശ്രീകുട്ടൻ എന്നോട് പറയുകയാണ്, എനിക്കൊരു ക്രൊക്കഡൈലിന് ഉണ്ടാക്കി തരുമെന്ന്. ക്രൊക്കഡൈലിന് ഉണ്ടാക്കാൻ അറിയില്ലെങ്കിലും ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ ഇപ്പോൾ കാണുന്നത്. അപ്പം ഞാൻ ക്രൊക്കഡൈലിൻ്റെ വാല് വരെ ആക്കിയപ്പോഴേക്കും എൻ്റെ മോൻ അത് തട്ടി തെറിപ്പിച്ച് കളഞ്ഞു. അപ്പം അതിൻ്റെ ഫോട്ടോയോ വീഡിയോ ഒന്നും കാണിക്കാനായിട്ട് എനിക്ക് പറ്റില്ല കേട്ടോ. ഈ ഇത്രയും ഷേപ്പ് വരെ ആക്കി എടുത്ത വീഡിയോ മാത്രമേ എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയും തോന്നില്ല അല്ലേ. എന്നാലും ഞാൻ ഏകദേശം എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ക്രൊക്കഡൈലിൻ്റെ ഷേപ്പിലേക്ക് അത് എത്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മോൻ പെട്ടെന്ന് അത് നശിപ്പിക്കുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. പിന്നെ ഞാനത് പിന്നെ ഉണ്ടാക്കാനായിട്ടൊന്നും ശ്രമിച്ചില്ല. അവിടെ വെച്ച് ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്യാണ് ചെയ്തത്. എന്തായാലും മക്കൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരെ വീട്ടിൽ നിർത്തിയിട്ട് എനിക്കും ചേട്ടനും വരാമെന്നാണ് ആദ്യം പ്ലാൻ ചെയ്തത്. കാരണം 12 മണി വരെ എൻ്റെ മക്കൾ ഉറങ്ങാതിരിക്കുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് വളരെയധികം സംശയമായിരുന്നു. പക്ഷേ അവർ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടോ. അവർ ഉറങ്ങിയേ ഇല്ല. വീട്ടിൽ തിരിച്ചെത്തിയതിന് ശേഷമാണ് അവർ ഉറങ്ങിയത്. രണ്ടാളും വളരെയധികം ഹാപ്പി ആയിട്ടാണ് ഇരുന്നത്. അച്ചുമോളാണെങ്കിലും മണ്ണിൽ കളിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. വീട്ടിൽ സാധാരണ അങ്ങനെ മണ്ണിലൊന്നും കളിപ്പിക്കില്ല. എനിക്ക് തോന്നുന്നു അവർ കുറച്ചധികം സമയം ഇരുന്ന് കളിച്ചത് ഇന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അവിടെ ഗാനമേള ഉണ്ടായിരുന്നു. ഇന്ന് നമുക്ക് ആ കാഴ്ചകളൊക്കെ കാണാം.
12 മണി ആവാറായി. ഇനി അടുത്ത് എന്താണ്? നമ്മുടെ വെടിക്കെട്ട്. ഇനി അത് കണ്ടാലോ? അപ്പൊ എല്ലാ കൂട്ടുകാർക്കും അച്ചൂസ് വ്ലോഗിന്റെ ഹൃദയം നിറഞ്ഞ ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും ഈ വരാൻ പോകുന്ന വർഷം സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും നല്ലൊരു വർഷമാവട്ടെ. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു നല്ലൊരു വർഷമാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ ബൈ. മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നത് വരെ ടേക്ക് കെയർ.